ഒരു ചക്ക വരട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. അത് വരിക്കച്ചക്കയാണ്, പഴമാണ്. അത് നമുക്ക് മുറിച്ച് അരിഞ്ഞ് വരട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചക്ക മുറിക്കാം. ഇത് എങ്ങനെയാണ് മുറിക്കുന്നത് ഇതിനു മുമ്പുള്ള വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരത് കണ്ടാൽ മതി. നമ്മൾ ആ ചക്ക വെട്ടി അടത്തി അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കും. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. വെള്ളം ചേർത്താൽ നമ്മുടെ ദേഹത്തൊക്കെ പൊട്ടിത്തെറിക്കും. ഇനി നമ്മൾക്കിത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ട് വരട്ടാനുള്ളത് എങ്ങനെയാണ് വരട്ടുന്നതെന്ന് കാണിച്ചു തരാം. മിക്സിയിൽ ചക്ക അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അരച്ചത് ഉരുളിയിലോട്ട് മാറ്റി 2-3 പ്രാവശ്യമായിട്ട് അരച്ചെടുത്തത്. ഇനി നമ്മളിത് ശർക്കരയും ചേർത്ത് വരട്ടാൻ പോവാണ്. 2 കിലോ ഉണ്ട്. 1/2 കിലോ ശർക്കര പൊടിച്ച് ചേർക്കും. ഉരുക്കി ചേർത്ത് അതിൻ്റെ വെള്ളം കൊണ്ട് പൊട്ടിത്തെറിക്കും. അപ്പം നമ്മൾ നല്ല ശർക്കരയാണ്, അത് പൊടിച്ചാണ് ചേർക്കാൻ പോകുന്നത്. നമ്മൾ ഇനി ഇതിൻ്റെ അകത്തോട്ട് ശർക്കര ഇടാൻ പോവാം. അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കരയും കൂടി ഇടും. നമ്മൾ ചീകി വെച്ച ശർക്കര, നല്ല ശർക്കര ആയതുകൊണ്ട് ഉരുക്കി കഴിഞ്ഞാൽ വെള്ളം ആയി കഴിയുമ്പം നമുക്ക് പൊട്ടിത്തെറിക്കും. ഇനി ഇങ്ങനെ നമ്മൾ ഇത് ഉരുക്കി വരട്ടിയെടുക്കാം. അപ്പം എന്താ നെയ്യ് ഒഴിച്ചു കൊടുത്താലേ അത് ഇതിൽ നിന്ന് വിട്ട് കിട്ടുകയുള്ളൂ. അപ്പം 3 സ്പൂണ് നെയ്യ് ഒഴിച്ചു. അപ്പം കുറേ നാളിരുന്നാലും കേടാകുകയില്ല. ചക്കയപ്പം ഉണ്ടാക്കാം, കുമ്പിളുണ്ടാക്കാം, എന്ത് വേണേലും ഉണ്ടാക്കാം. ഇത് വരട്ടി വെച്ചിരുന്നാൽ നെയ്യ് ഒഴിച്ചു. ഇനി ഇളക്കി 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 നമ്മളിതിൻ്റെ അകത്തെ വെള്ളമയം മൊത്തം കളഞ്ഞിട്ട് നമുക്ക് എടുക്കണം. നമുക്ക് ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഏലക്ക തന്നെ പൊടിച്ചാൽ ഇടാൻ പറ്റില്ല, പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്. ഇതിങ്ങനെ വരട്ടി വെച്ച ചക്ക ഇല്ലാത്ത സമയത്ത് നമുക്ക് ചക്കയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കാം, പായസം ഉണ്ടാക്കാം, ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഇപ്പം ചക്ക വരട്ടിയിട്ടുണ്ട്, നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി തണുപ്പിച്ച് പാത്രത്തിലാക്കി വെക്കണം. നമ്മൾ ചക്ക വരട്ടി എടുത്തിട്ടുണ്ട്. ഇത് എത്ര നാൾ വേണേലും കേടാകാതിരിക്കും. നമുക്ക് ആവശ്യാനുസരണം ചക്കയില്ലാത്ത സമയത്തും എടുക്കാം. മക്കൾക്കോ ഭർത്താവിനോ വീട്ടിലുള്ള ആരെങ്കിലും വിദേശത്തോ പുറത്തോ ഉണ്ട് അവർക്കും കൊടുത്തുവിടാം.